ഹായ് ഗായസ്, ഗലിബ്രോ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 8th വീക്ക് വിഷനിലേക്കുള്ള വാശിയേർ വോട്ടിംഗ് പോരാട്ടത്തിൻ്റെ അവസാന ദിവസമാണെന്ന് നമ്മളിന്ന് വെള്ളിയാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. വോട്ടിങ്ങിൻ്റെ അവസാന മണിക്കൂറിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള 11 മത്സരാർത്ഥികളിൽ നിന്ന് 2 മത്സരാർത്ഥികളാകും ഇത്തവണ പുറത്തു പോകുന്നത്. അതെന്തായാലും ശനിയാഴ്ച ലാലട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞാലുടൻ വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം നിങ്ങൾ ഇന്ന് ആർക്കാണ് വോട്ട് ചെയ്തതെന്നും ആരെയാണ് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നതും കൂടെ വീഡിയോയുടെ കമൻറ്റ് അടിപ്പെടുത്തുക. ഇന്ന് രാവിലെ 7 മണിയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷിൻ്റെ പൊസിഷന് യാതൊരു മാറ്റവുമില്ല. ഇത്തവണ കപ്പടിക്കാൻ യോഗ്യത കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ അനീഷ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 55,123 കൂറ്റം വോട്ട് നേടി 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ ഷാനവാസാണുള്ളത്. ഷാനവാസും നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ടോപ്പ് 5-ൽ എത്താൻ പോകുന്ന ഒരു കളിക്കാരൻ കൂടിയാണ് ഷാനവാസ്. ഇപ്പോൾ 35,100 വോട്ട് നേടിയാണ് 2ാം പൊസിഷനുള്ളത്. 3ാം പൊസിഷനിൽ വേദലക്ഷ്മിയാണുള്ളത്. വേദലക്ഷ്മി നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 3ാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 27,690 വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4ാം പൊസിഷനിൽ ആദില തന്നെയാണ് ഉള്ളത്. ആദിലിപ്പിക്കുമ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ 3ാം പൊസിഷനിൽ നിന്നിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ വോട്ടിംഗ് കുറവ് കണ്ട് ഇപ്പോൾ 4ാം പൊസിഷനിലേക്ക് വീണിരിക്കുകയാണ്. 26,89 വോട്ടാണ് നേടിയിരിക്കുന്നത്. 5ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് ജിഷിൻ കയറി വന്നിരിക്കുകയാണ്. ജിസേലിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 5ാം പൊസിഷൻ നേടിയെടുത്തിരിക്കുന്നത്. 27,183 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിലേക്ക് ജിസേൽ വീണുപോയിരിക്കുകയാണ്. ജിസേലിന് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജിഷിനുമായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 25,000 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ അക്ബർ ഖാനാണ് തുടരുന്നത്. അക്ബർ ഖാൻ ഒന്ന് പിന്നിലോട്ട് വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 24,977 വോട്ട് നേടിയാണ് ഇപ്പോൾ 7ാം പൊസിഷനുള്ളത്. 8ാം പൊസിഷനിൽ ആര്യൻ ഖത്തറി തന്നെയാണ് തുടരുന്നത്. ആര്യന് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ 24,508 എന്ന കൂറ്റൻ വോട്ട് നേടി 8ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. 9ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ തന്നെ കയറി വന്നിരിക്കുകയാണ്. നേരത്തെ ബിന്നി ഒന്ന് പുറകിലേക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സാബുമാൻ അട്ടിമറിച്ചുകൊണ്ട് 9ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ 24,155 വോട്ട് നേടി 9ാം പൊസിഷനാണുള്ളത്. 10ാം പൊസിഷനിൽ സാബുമാനാണ് വീണ് പോയിരിക്കുന്നത്. സാബുമാൻ ഇത്തവണ പുറത്തു പോകുന്നതന്നെ പ്രതീക്ഷിക്കുന്ന മത്സരാർത്ഥിയാണ്. ഇപ്പോൾ 23,890 വോട്ടാണ് നേടിയിരിക്കുന്നത്. 10ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ ഉള്ളത്. 11ാം പൊസിഷനിൽ അഭിലാഷാണ് തുടരുന്നത്. അഭിലാഷിന് യാതൊരു മുന്നേറ്റവും ഇതുവരേക്കും നേടാൻ സാധിച്ചിട്ടില്ല. ഇനി വോട്ടിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുക.